സർദാർ വല്ലഭഭായ് പട്ടേൽ 150-ാം ജയന്തിയോടനുബന്ധിച്ച് ഏകതാ ദിവസിനോടനുബന്ധിച്ച് വിവേകാനന്ദ പാർക്കിലെ ഏകതാ പദയാത്രയിൽ തിരുവനന്തപുരത്ത് ഗവർണർ പങ്കെടുത്തു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അല്പം മുമ്പ് ഏകതാ പ്രതിജ്ഞ ചൊല്ലി. തത്സമയ ദൃശ്യങ്ങൾ. SP ശ്രീനന്ദ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീനന്ദ, എന്തൊക്കെയാണ് ഏകതാ ദിവസിനോടനുബന്ധിച്ച് ഇന്ന് തലസ്ഥാനത്തെ പരിപാടികൾ? ഇപ്പോൾ എന്ത് പരിപാടിയാണ് നടക്കുന്നത്? കൃഷ്ണരാജ്, ശ്രീ വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം ജന്മദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് രാജ്യത്തുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഗവർണർ ഈ ഒരു പരിപാടി തിരുവനന്തപുരം വിവേകാനന്ദ സ്ക്വയറിൽ നടക്കുന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ആ പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. ഗവർണർ ഉടൻ തന്നെ ഈ ഒരു പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. അദ്ദേഹത്തോടൊപ്പം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ ഈ ചടങ്ങിലുണ്ട്. ഇപ്പോൾ ഗവർണർ ഈ ഒരു പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യാനായി പോവുകയാണ്. ഗവർണർ ഫ്ലാഗ് ഓഫ് ചെയ്ത ശേഷം പദയാത്ര ഇവിടുന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഏകതാ പ്രതിജ്ഞ ഒക്കെ ചൊല്ലിക്കൊടുത്തിരുന്നു വി മുരളീധരൻ. അതിനുശേഷമാണ് ഈ ഒരു പദയാത്ര ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവേകാനന്ദ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു ഈ ഒരു പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. രാജേന്ദ്ര വിശ്വനാഥ് ലേക്കർ വല്ലഭായ് പട്ടേലിൻ്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു ഈ ഫ്ലാഗ് ഓഫ് കർമ്മം ഇവിടെ ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിന് ശേഷം ആ ഒരു പദയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളവർ ഈ ഏകതാ പദയാത്രയിൽ ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധയോടെ പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. വി മുരളീധരൻ, മോഹൻ കുന്നുമേൽ, അതുപോലെ തന്നെ ബഹുമാന്യ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അടക്കമുള്ളവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ ഈ ചടങ്ങിന് ശേഷം അവർ ഇവിടെ നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ്. ഏകതാ പദയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് നടത്തിയ ശേഷം ഗവർണർ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. സർദാർ വല്ലഭഭായ് പട്ടേൽ 150-ാം ജയന്തിയോടനുബന്ധിച്ച് വിവേകാനന്ദ പാർക്കിൽ തിരുവനന്തപുരത്ത് ഏകതാ പദയാത്രയിൽ ഗവർണർ പങ്കെടുത്തു. ഫ്ലാഗ് ഓഫ് ചെയ്തു. പദയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അതിനു മുൻപ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏകതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഈ പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. സർദാർ പട്ടേലിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ചും ഉൾപ്പെടെ വേണ്ടത്ര പരിഗണന കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നൽകപ്പെട്ടിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളതൊക്കെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കിയിട്ടുള്ളതും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് വിദ്യാഭ്യാസ നയം ദേശീയ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാനും വളർത്തിയെടുക്കാനും ഉള്ളതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കൂടി ഈ സർദാർ പട്ടേൽ ജയന്തി നമ്മളെല്ലാവരുടെയും ഒരു അവസരം തരികയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയൊരു അനുഭവം കൂടി നൽകുന്നതാണ് ഈ ഒരു ദിനം ആഘോഷിക്കുന്നതിലൂടെയും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഴമയുടെ കാര്യങ്ങളെല്ലാം പുതിയൊരു നേട്ടത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ തങ്ങളുടെ രാജ്യം എങ്ങനെയായിരുന്നു എന്നെല്ലാത്തിനെയും കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു തുടക്കം കൂടിയാണ് ഇത് എന്ന് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും പദയാത്ര ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഏകതാ ദിവസ് പദയാത്ര ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മുൻ കേന്ദ്രമന്ത്രി